പാർലമെന്റിൽ വാക്ഷരങ്ങളാൽ മോദിയെയും കൂട്ടരെയും വിറപ്പിച്ചിരുന്ന മഹുവ മൊയ്ത്രയ്ക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം വെറുമൊരു ജയമല്ല, ഒരു മധുര പ്രതികാരമാണ്. വ്യക്തതയുള്ള ഇംഗ്ലീഷിൽ സംഘപരിവാറിനെതിരെ വിമർശനങ്ങൾ ചെയ്യുന്ന തൃണമൂലിന്റെ തീപ്പൊരി നേതാവാണ് മഹുവ മൊയ്ത്ര. ബംഗാളിലെ കൃഷ്ണനഗറിൽ 56,705 വോട്ടുകൾക്ക് രാജകുടുംബാംഗമായ BJP സ്ഥാനാർത്ഥി അമൃത റോയിയെ തറപറ്റിച്ചാണ് മഹുവ ഇക്കുറി പാർലമെന്റിൽ എത്തുന്നത്. തന്നെ പാർലമെന്റിൽ നിന്ന് ആട്ടിയിറക്കിയവരുടെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് 1,00,000 വോട്ടിന്റെ ലീഡുമായി മഹുവ കയറി ചെല്ലും. കാലത്തിന്റെ കാവ്യനീതിയാകുമത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം മുതൽ BJPയുടെ കണ്ണിലെ കരടാണ് മഹുവ. BJPയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ പ്രധാനി. അതുകൊണ്ട് തന്നെ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കിയാണ് BJP വൈരാഗ്യം തീർത്തത്. പാർലമെന്റിൽ ചോദ്യം ചോദിക്കുന്നതിന് കോഴ വാങ്ങി എന്നതായിരുന്നു മഹുവയ്ക്കെതിരായ ആരോപണം. പാർലമെന്ററി ലോഗിൻ വിവരങ്ങൾ വ്യവസായി ദർശൻ ഹീരാനന്ദാനിയുമായി പങ്കുവച്ചതിന് എത്തിക്സ് പാനൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി. BJP സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ലോക്സഭയിൽ നിരന്തരം ഉയർന്നിരുന്ന മഹുവയുടെ ശബ്ദം ഇനി പാർലമെന്റിൽ കേൾക്കണ്ട എന്ന് തീരുമാനിച്ച BJP തങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് മഹുവയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കി. എന്നാൽ തന്നെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയ, റെയ്ഡുകളിലൂടെയും മറ്റും തന്നെ താറടിച്ച BJPയുടെ ഗൂഢാലോചനയ്ക്കെതിരായ മറുപടിയായിരിക്കും തന്റെ തിരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രചാരണ വേളയിൽ തന്നെ മഹുവ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കൃഷ്ണനഗറിൽ നേരിട്ടിറക്കിയാണ് BJP മറുതന്ത്രം തീർത്തത്. പക്ഷെ തുടക്കം മുതൽ മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തിയ മഹുവയുടെ വിജയം തികച്ചും ഏകപക്ഷീയമായിരുന്നു. രാഹുലിന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്ന മഹുവ പാർലമെന്റിൽ രാഹുലിനേക്കാളും വലിയ എതിരാളിയായിരുന്നു BJPക്ക്. 2010 മഹുവയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം. ചാനൽ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തുറുപ്പു ചീട്ടായിരുന്നു ഈ പെൺ പോരാളി. റിപ്പബ്ലിക് TV ചർച്ചയ്ക്കിടെ അർണാബ് ഗോസ്വാമിയോട് നടുവിരൽ ഉയർത്തി പ്രതികരിച്ച മഹുവ അന്ന് വലിയ ചർച്ചയായിരുന്നു. NDAക്കെതിരെ മഹുവ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചു. ഫാസിസം വരുന്നതിന്റെ 7 ലക്ഷണങ്ങൾ വരച്ചിട്ട BJPയുടെ വാദമുഖങ്ങൾ ഓരോന്നും എടുത്തുവെച്ച് അതിന്റെ എതിർവാദങ്ങൾ നിരത്തിയായിരുന്നു മഹുവയുടെ ആദ്യ പ്രസംഗം. 2016 കരിംപൂർ മണ്ഡലത്തിൽ മത്സരിച്ച് മഹുവ നിയമസഭയിലെത്തിയത്. പിന്നീട് 2019 നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ചോദ്യത്തിന് കോഴ വിവാദവും സസ്പെൻഷനുമെല്ലാം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മഹുവയെ ഉലച്ചിരുന്നില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് പ്രചാരണത്തിൽ ആളിക്കത്തുകയായിരുന്നു മഹുവ. എതിർ ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കുക എന്ന സംഘപരിവാർ അജണ്ടയെ പൊളിച്ചടുക്കിയ മഹുവ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് തിരികെ വരുമ്പോൾ ഉറപ്പായും അത് ജനങ്ങളുടെ വിജയമാണ്. മഹുവ മൊയ്ത്ര 2ാം തവണയും BJPയുടെ ഉറക്കം കെടുത്തുന്ന പാർലമെന്റിലെ ഉറച്ച സ്വരമാകും.